നമസ്കാരം സുഹൃത്തുക്കളെ. ഇംഗ്ലീഷ് ഗ്രാമറിലെ കൺജങ്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമർ വിഭാഗത്തെ പറ്റിയാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. കൺജങ്ഷൻസ് രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളെയാണ് ഇപ്രകാരം പറയുന്നത്. പ്രധാനപ്പെട്ട കൺജങ്ഷനുകളെ താഴെ പറയുന്നവയാണ്: ആഫ്റ്റർ, ബിക്കാസ്, ഇഫ്, ദാറ്റ്, ദോ, ആൾദോ, till, before, unless, as, when, where, while, until. ഈ പറഞ്ഞതുകളെല്ലാം തന്നെയും കൺജങ്ഷനുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവകളാണ്. ഇവ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കാം. ഒന്നാമതായി ബിക്കാസ്. ബിക്കാസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്നാൽ, എന്ത് കാരണത്താൽ എന്നൊക്കെയാണ്. ബിക്കോസ്, കോസ് എന്ന് പറഞ്ഞാൽ കാരണമാണ്. അപ്പോൾ ബിക്കോസ് എന്ന് പറഞ്ഞാൽ ആ കാരണത്താൽ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹി ഡിഡിൻറ്റ് കം ടു സ്കൂൾ യെസ്റ്റർഡേ ബിക്കോസ് ഹി വാസ് ഇൽ. ഇന്നലെ അവൻ സ്കൂളിൽ വന്നില്ല, എന്തെന്നാൽ അവന് സുഖം ഇല്ലായിരുന്നു. അതായത് അവന് അസുഖമായതിനാലാണ് അവൻ ഇന്നലെ സ്കൂളിൽ വരാതിരുന്നത്. ഹി ഡിഡിൻറ്റ് കം ടു സ്കൂൾ യെസ്റ്റർഡേ ബിക്കോസ് ഹി വാസ് ഇൽ. ഇവിടെ ബിക്കോസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഹി ഡിഡിൻറ്റ് കം ടു സ്കൂൾ യെസ്റ്റർഡേ എന്ന സെൻറ്റൻസിനെയും ഹി വാസ് ഇൽ എന്ന മറ്റൊരു സെൻറ്റൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഡിഡിൻറ്റ് കം ടു സ്കൂൾ യെസ്റ്റർഡേ ബിക്കോസ് ഹി വാസ് ഇൽ. മറ്റൊന്നാണ് ആൾദോ. എങ്കിൽ തന്നെയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആൾദോ ഹി വാസ് ഇൽ ഹി കെയിം ടു സ്കൂൾ യെസ്റ്റർഡേ. അവന് രോഗം ആയിരുന്നിട്ടും അവൻ ഇന്നലെ സ്കൂളിൽ വന്നു. ആൾദോ എങ്കിൽ തന്നെയും, രോഗാവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും. ഹി കെയിം ടു സ്കൂൾ യെസ്റ്റർഡേ, ഇന്നലെ അവൻ സ്കൂളിൽ വന്നു. അപ്പോൾ ആൾദോ എന്ന് പറഞ്ഞാൽ എങ്കിൽ തന്നെയും എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. മറ്റൊന്നാണ് ദോ. ദോ എന്നതിൻ്റെ അർത്ഥവും ആൾദോ എന്നതുപോലെ തന്നെയാണ്. ദോ ഹി വാസ് ഇൽ ഹി കെയിം ടു സ്കൂൾ യെസ്റ്റർഡേ. ഇന്നലെ അസുഖം ആയിരുന്നു എങ്കിൽ തന്നെയും അവൻ സ്കൂളിൽ വന്നു. ദോ ഹി വാസ് ഇൽ ഹി കെയിം ടു സ്കൂൾ യെസ്റ്റർഡേ. മറ്റൊരു കൺജക്ഷനാണ് ആഫ്റ്റർ. ആഫ്റ്റർ ലഞ്ച് ബ്രേക്ക് ഐ വെൻറ്റ് ഹോം. ലഞ്ച് ബ്രേക്കിന് ശേഷം ഞാൻ വീട്ടിൽ പോയി. ആഫ്റ്റർ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ വീട്ടിൽ പോയി. ഐ വെൻറ്റ് ഹോം. ഇവിടെ ലഞ്ച് ബ്രേക്ക് എന്നതും ഐ വെൻറ്റ് ഹോം എന്നതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ആഫ്റ്റർ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നു. ആഫ്റ്റർ ലഞ്ച് ബ്രേക്ക് ഐ വെൻറ്റ് ഹോം. മറ്റൊന്നാണ് ഇഫ്. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ. യു വിൽ ഗെറ്റ് ദ ജോബ് ഇഫ് യു ട്രൈ ഹാർഡ്. നീ കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ജോലി കിട്ടും. യു വിൽ ഗെറ്റ് ദ ജോബ് ഇഫ് യു ട്രൈ ഹാർഡ്. നല്ലവണ്ണം പരിശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ജോലി ലഭിക്കും. അപ്പോൾ എങ്കിൽ എന്നാണ് ഇഫ് എന്നതിൻ്റെ അർത്ഥം. മറ്റൊന്നാണ് അൺലെസ്. ഹി വിൽ നോട്ട് സ്റ്റഡി ഹാർഡ് അൺലെസ് ഹി ഈസ് കമ്പൽഡ്. ഹി വിൽ നോട്ട് സ്റ്റഡി ഹാർഡ് അൺലെസ് ഹി ഈസ് കമ്പൽഡ്. നല്ലവണ്ണം നിർബന്ധിച്ചില്ല എങ്കിൽ അവൻ ഒട്ടും തന്നെ പഠിക്കുകയില്ല. ഹി വിൽ നോട്ട് സ്റ്റഡി ഹാർഡ്, കഠിനമായിട്ട് അവൻ പരിശ്രമിക്കുകയില്ല, പഠിക്കുകയില്ല. അൺലെസ് ഹി ഈസ് കമ്പൽഡ്, നല്ലവണ്ണം നിർബന്ധിച്ച് ഇല്ല എങ്കിൽ. അൺലെസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ. അൺലെസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ. ഹി വിൽ നോട്ട് സ്റ്റഡി ഹാർഡ് അൺലെസ് ഹി ഈസ് കമ്പൽഡ്. നല്ലവണ്ണം അവൻ പഠിക്കുകയില്ല. എന്നാൽ നല്ലവണ്ണം നിർബന്ധിക്കുകയാണെങ്കിൽ അവൻ നല്ലവണ്ണം പഠിക്കുകയും ചെയ്യും. അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. മറ്റൊന്നാണ് ടിൽ. ക്യാൻ യു വെയിറ്റ് ടിൽ ഐ റിട്ടേൺ. ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നുള്ള അർത്ഥമാണ്. ക്യാൻ യു വെയിറ്റ് ടിൽ ഐ റിട്ടേൺ. ഞാൻ വരുന്നത് വരെ നിനക്ക് വെയിറ്റ് ചെയ്യാമോ? ക്യാൻ യു വെയിറ്റ് ടിൽ ഐ റിട്ടേൺ. ഞാൻ വരുന്നത് വരെ നിനക്ക് വെയിറ്റ് ചെയ്യാമോ, കാത്തിരിക്കാമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടിൽ എന്ന് പറയുന്നത് മറ്റൊരു കൺജക്ഷനാണ്. വേറൊരു കൺജക്ഷനാണ് എസ് ആസ്. ആസ് ഹി വാസ് നോട്ട് ദയർ ഐ സ്പോക്ക് ടു ഹിസ് ഫാദർ. ആസ് ഹി വാസ് നോട്ട് ദയർ, അവൻ അവിടെ ഇല്ലായിരുന്ന ആയതിനാൽ ഐ സ്പോക്ക് ടു ഹിസ് ഫാദർ, ഞാൻ അവൻ്റെ അച്ഛനോട് സംസാരിച്ചു. ആസ് ഹി വാസ് നോട്ട് ദയർ, ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. അവൻ അവിടെ ഇല്ല എന്നൊരവസ്ഥയായിരുന്നു. അതിനാൽ ഐ സ്പോക്ക് ടു ഹിസ് ഫാദർ, ഞാൻ അവൻ്റെ അച്ഛനോട് സംസാരിച്ചു. മറ്റൊന്നാണ് അണ്ടിൽ. അണ്ടിൽ എന്ന് പറഞ്ഞാലും വരെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്.
പ്ലീസ് വെയിറ്റ് ഹിയർ അണ്ടിൽ ഐ കം ബാക്ക്. ഞാൻ തിരിച്ചു വരുന്നത് വരെ ദയവായി ഇവിടെ കാത്തിരിക്കുക. പ്ലീസ് വെയിറ്റ് ഹിയർ അണ്ടിൽ ഐ കം ബാക്ക്. ഞാൻ തിരിച്ചു വരുന്നത് വരെ, അണ്ടിൽ വരെ. പ്ലീസ് വെയിറ്റ് ഹിയർ ഇവിടെ കാത്തിരിക്കുക. മറ്റൊന്നാണ് വേർ. വേർ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയാം, എവിടെ. അതൊരു കൺജക്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഐ സർപ്രൈസ്ഡ് വേർ ഹി ഹാഡ് ഗോൺ എസ്റ്റർഡേ. ഇന്നലെ അവൻ എവിടെ പോയി എന്നതിനെപ്പറ്റി ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ഐ സർപ്രൈസ്ഡ് വേർ ഹി ഹാഡ് ഗോൺ എസ്റ്റർഡേ. ഇന്നലെ അവൻ എവിടെ പോയിരുന്നു എന്നതോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ഐ സർപ്രൈസ്ഡ് വേർ ഹി ഹാഡ് ഗോൺ എസ്റ്റർഡേ. ഇവിടെ വേർ എന്നുള്ളത് ഒരു കൺജക്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്നാണ് വെൻ. വെൻ ഐ വാസ് യങ്ങർ ഐ തോട്ട് സോ. ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് ഐ തോട്ട് സോ, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പം വെൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺജക്ഷൻ ആയിട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനൊരു കുട്ടി ആയിരുന്ന കാലത്ത്, ആ കാലത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഇവിടെ വെൻ എന്നുള്ള കൺജക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കൺജക്ഷനുകൾ. ആഫ്റ്റർ, ബിക്കോസ്, ഇഫ്, ദാറ്റ്, ദോ, ആൾദോ, ടിൽ, ബിഫോർ, അൺലെസ്, ആസ്, വെൻ, വേർ, വൈൽ, അണ്ടിൽ. ഈ കൺജക്ഷനുകൾ വരുന്ന സെൻറ്റൻസുകൾ എഴുതി നോക്കുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.